ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി സംസാരിക്കാം. 2016 ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത്. അമൻ ഗുപ്ത, സമീർ മേത്ത എന്ന് പറയുന്ന രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത്. ഏകദേശം 30 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ. എന്നാൽ ഇന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം 2000 കോടിക്ക് മുകളിലാണ് ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാല്യുവേഷൻ. ബോട്ട് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത്ര നല്ലൊരു സ്ഥിതിയൊന്നും അല്ലായിരുന്നു. കാരണം 200ഓളം കമ്പനീസ് ആ ഒരു സമയത്ത് ഇന്ത്യയിൽ ഇയർഫോൺ സെഗ്മെൻറ്റിലുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ കമ്പനീസ് ആയിട്ടുള്ള JBL, ബോസ്, അതേപോലെ സോണി പോലുള്ള ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ലോക്കൽ ചൈനീസ് ബ്രാൻഡ്സ് ആയിരുന്നു. ഈ ചൈനീസ് ബ്രാൻഡ്സുമായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ വലിയ പാടാണ്. കാരണം അവർ വളരെ ചീപ്പ് പ്രൈസിലായിരുന്നു ഹെഡ്ഫോൺസും കാര്യങ്ങളും ഒക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പുതിയ ബ്രാൻഡുമായിട്ട് വരിക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതും ഇവരെ കോമ്പീറ്റ് ചെയ്തിട്ട് ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് 5 സ്റ്റാർട്ടപ്സിൽ ഒന്നായിട്ട് ബോട്ട് മാറിയിട്ടുണ്ട്. സോ അതിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ രസമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അമൻ ഗുപ്ത എന്ന് പറയുന്ന അതിൻ്റെ ഒരു കോഫൗണ്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അമൻ ഗുപ്ത തൻ്റെ 21ാമത്തെ വയസ്സിൽ CA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 21ാമത്തെ വയസ്സിൽ CA കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതിനുശേഷം അദ്ദേഹം സിറ്റി ബാങ്കിൽ 2003 ജോയിൻ ചെയ്തു. അതിനുശേഷം മൂന്ന് വർഷം സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് പുറത്തിറങ്ങി ഇവരുടെ ഫാമിലി ബിസിനസ് ഉണ്ട്, ഇലക്ട്രോണിക് ട്രേഡിംഗ് ആണ്, ബിസിനസ്സാണ്, അതിലേക്ക് ജോയിൻ ചെയ്തു. അതിനുശേഷം 2010 ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്നും MBA എടുത്തു. MBA എടുത്തിട്ട് നേരെ പോയി ജോയിൻ ചെയ്യുന്നത് JBL ആണ്. അപ്പോൾ JBL ഒരു 2 വർഷം ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്തു. അതിനുശേഷം പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആ ഒരു സെക്ഷനിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അമൻ ഗുപ്ത ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റിയും ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട് JBL ഇറക്കുന്ന പ്രൊഡക്ട്സിനെ പറ്റിയും ഈ വിയറബിൾസിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് ബോട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് 2016 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടി തന്നെയാണ് അവർ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. 2016, 2017 കാലഘട്ടത്തിൽ കാര്യമായിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് ഒന്നും അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ 2018 സമയമായപ്പോഴത്തേക്ക് ഫയർ സൈഡ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ബോട്ടിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ബോട്ടിൻ്റെ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത അന്നും ഇന്നും വളരെ അഫോർഡബിൾ ആണ്. അതേപോലെ തന്നെ ഫാഷനബിളായിട്ടുള്ള ഡിസൈനിലാണ് ഈ പ്രൊഡക്ട്സ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഈ സ്പീക്കറൊക്കെ വരുന്ന സമയത്ത് പണ്ട് നമുക്ക് ഒരു സ്പീക്കർ വാങ്ങിക്കണമെങ്കിൽ മിനിമം ഒരു 5000 റുപ്പീസ് എങ്കിലും വേണമായിരുന്നു. ഇപ്പം ഞാൻ ബോട്ടിന് 3 പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്പീക്കർ ഉണ്ട്, ഒരു വയർലെസ് ഹെഡ്ഫോൺ ഉണ്ട്, അതേപോലെ തന്നെ ഒരു വയർഡ് ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി എനിക്ക് ഏകദേശം 3000 രൂപയ്ക്കുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് ബോട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത്. 2018 ഫയർ സൈഡ് വെഞ്ചേഴ്സ് ബോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ബോട്ട് വല്ലാതെ എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ ഇനിഷ്യൽ സമയങ്ങളിൽ ബോട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രൈസ് കുറച്ചുകൊണ്ട് പ്രൊഡക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്താൽ പറ്റത്തില്ല. ഇന്ത്യയിൽ മാനുഫാക്ചറിങ് കോസ്റ്റും അതേപോലെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നേരെ അവർ ചൈനയിലാണ് ആദ്യത്തെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അവിടെ വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2018 ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അതിനുശേഷം ഒരു അമേരിക്കൻ കമ്പനിയുടെ ഒരു 75 crores ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ബോട്ടിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിലാണ് ബോട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. അവർക്ക് ലോ കോസ്റ്റിൽ തന്നെ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2018 ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇന്ത്യ ഒട്ടാകെ ബോട്ട് എക്സ്പാൻഡ് ചെയ്തു. നല്ല രീതിയിൽ ഗ്രോത്ത് വന്നു. ഇനിഷ്യൽ സമയങ്ങളിൽ ബോട്ടിൻ്റെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട്, ആമസോണും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഒട്ടുമിക്ക എല്ലാ റീറ്റെയിൽ സ്റ്റോഴ്സും നമുക്ക് ബോട്ടിൻ്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. 2020 കണക്ക് പ്രകാരം ഏകദേശം 2 കോടിയിലധികം ആൾക്കാർ ബോട്ടിൻ്റെ പ്രൊഡക്ട്സ് കറൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബോട്ടിൻ്റെ നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും, ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു സിംഗിൾ ബ്രാൻഡ് അംബാസിഡറിനെ ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ല. അവരെപ്പോഴും മൾട്ടിപ്പിൾ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ നോക്കിയാണ് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ബോട്ടിൻ്റെ പരസ്യത്തിൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. കാർത്തിക് ആര്യൻ, നേഹ കക്കാർ, ജാക്ലിൻ ഫെർണാണ്ടസ്, ഹാർദിക് പാണ്ഡ്യ പോലുള്ള ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റും. അത് അവർ പല മേഖലയിലുള്ളവരാണ്. പലരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ബോട്ട് എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബോട്ട് എന്ന് പറയുന്നത് ഒരു വിയറബിൾ ബ്രാൻഡിനുപരി ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് എന്ന രീതിയിലാണ് ബോട്ടിനെ അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ബോട്ടിൻ്റെ ഓരോ പ്രൊഡക്ട്സ് അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. പിന്നീട് അവരുടെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒന്ന് IPLലും അതേപോലെ തന്നെ ലാക്മേ ഫാഷൻ വീക്കിലുമാണ്. IPLിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ബ്രാൻഡും ചെയ്യുന്ന പോലെ തന്നെ പല IPL ടീമിൻ്റെയും സ്പോൺസറാണ്. അതേപോലെ തന്നെ ലാക്മേ ഫാഷൻ വീക്കിൽ മോഡൽസ് നടന്നു വരുന്ന സമയത്ത് അവരുടെ ഹെഡിലൊരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണ് ബോട്ട് നടത്തി വിടുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബോട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എല്ലാ വർഷവും എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 2018 അവർ സ്പീക്കർ ലോഞ്ച് ചെയ്യുന്നത്, 2019 സൗണ്ട് ബാർ ലോഞ്ച് ചെയ്തു, 2020 വയർലെസ് ഡിവൈസിലേക്ക് വരുന്നത്.
അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് ബോട്ട്. നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ ബോട്ടിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ബോട്ടിൻ്റെ ഏതെങ്കിലും പ്രോഡക്ട്സിൽ വാറൻറ്റി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 90% ബോട്ട് റീപ്ലേസ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതായത് ഒരു 1 year വാറൻറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുമായിട്ട് നമ്മൾ അതിനെ തിരിച്ചയക്കുന്നുണ്ടെങ്കിൽ അവർ പുതിയൊരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. അത് ബോട്ടിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പിന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അമൻ ഗുപ്തയുടെ പല ഇൻ്റർവ്യൂസിലും ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് കസ്റ്റമർ ഈസ് ദ കിങ് എന്നുള്ളത്. സോ അത് തന്നെയാണ് ഇവിടെയും ബോട്ടും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. 2020 ഏകദേശം 1000 കോടിക്ക് മുകളിലാണ് അവരുടെ റവന്യൂ വന്നിരിക്കുന്നത്. അപ്പം ബോട്ടിൻ്റെ സ്റ്റോറി ഇത്ര മാത്രം. ഇപ്പോൾ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് വിഷനും അതേപോലെ തന്നെ നമുക്കൊരു സ്ട്രോങ് ബേസും ഉണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റിൽ ഒരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റിനെയൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഓയോ റൂംസിനെ Airbnb ആണ് ഓയോ റൂംസിനെക്കാട്ടി കൂടുതൽ കസ്റ്റമേഴ്സ് ഇപ്പോൾ Airbnbക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റും. ഇപ്പം സെപ്റ്റോ എന്ന് പറയുന്ന ഒരു കമ്പനി, ഗ്രോഫേഴ്സ്, ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള കമ്പനീസിനെ ഓവർടേക്ക് ചെയ്ത് സെപ്റ്റോ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.